ഭീഷ്മർ കണ്ണു തുറന്നു, ചുറ്റും എല്ലാവരെയും നോക്കി. എന്നിട്ട് തല കുറച്ചിങ്ങോട്ട് അനക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. ഇത് കേട്ടുടൻ തന്നെ കൗരവർ ഒരു കൂട്ടം പാത്രങ്ങളിൽ തണുത്ത ജലം കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം കൊണ്ടുവരും. ഇതെല്ലാം കൊണ്ടുവന്ന് ഭീഷ്മരുടെ മുമ്പിൽ നിർപ്പിച്ചു. ഭീഷ്മർ തല കുലുക്കിയിട്ട് പറഞ്ഞു, മനുഷ്യർ ആസ്വദിക്കുന്ന ഒന്നും ഞാൻ ഇനി ആസ്വദിക്കാൻ പോകുന്നില്ല, അതൊന്നും ഞാൻ സ്വീകരിക്കത്തില്ല. ഈ മനുഷ്യരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഈ ശരശയിൽ കിടന്നതോടുകൂടി തീർന്നിരിക്കുകയാണ്. ഞാൻ മരണത്തെ മാത്രം കാത്തു നിൽക്കുകയാണ്. എവിടെയാണ് അർജുൻ? ഉടൻ തന്നെ അർജുൻ മുന്നോട്ട് വന്നു, കൈകൂപ്പി നമസ്കരിച്ചു. എന്നിട്ട് ഭീഷ്മരോട് ചോദിച്ചു, പിതാമഹ, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, എൻ്റെ ശരീരം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരം മൊത്തം അസ്ത്രങ്ങളെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് വേദന ഉള്ളിൽ നിന്ന് അനുഭവപ്പെടുന്നു. എൻ്റെ തൊണ്ടയെല്ലാം വരണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. അത് നിനക്ക് മാത്രമേ എനിക്ക് ആ വെള്ളം തരാൻ കഴിയൂ. ഉടൻ തന്നെ അർജുൻ ഗാന്ഡീവം എടുത്തു. അങ്ങേക്ക് വേണ്ടി ഞാൻ ജലം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഭീഷ്മർക്ക് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് ഗാന്ഡീവത്തിൽ ഒരു അസ്ത്രം കോർത്തു. കുറച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പർജന്യാസ്ത്രത്തെ ആവാഹിച്ച് അത് ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭീഷ്മരുടെ തലയുടെ തൊട്ടടുത്തായിട്ട്. ഉടൻ തന്നെ ഏറ്റവും ശുദ്ധവും തണുത്ത ജലം ഭൂമിയിൽ നിന്നും ഉയർന്ന് അത് അമൃത് പോലെ രുചികരമായിട്ടുള്ള ആ വെള്ളം അത് നേരെ പൊങ്ങി ഭീഷ്മരുടെ വായിലേക്ക് വീഴുകയാണ്. ഇത് കണ്ടിട്ട് ക്ഷത്രിയരെല്ലാവരും വാ പൊളിച്ച് നിൽക്കുകയാണ്. അവർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവര് അർജുൻ്റെ ഈ ഒരു കഴിവിനെ കണ്ടിട്ട് അഭിനന്ദിക്കാൻ തുടങ്ങി. കൗരവരെല്ലാം അർജുൻ്റെ ഈ കഴിവിനെ കണ്ടിട്ട് വിറയ്ക്കാൻ തുടങ്ങി.